വൈകുന്നേരം 3:30 ഇരുട്ടി തുടങ്ങി. അപ്പോൾ ആദ്യം ആടിനെ പൂട്ടണം. അതിനുള്ള വെള്ളവും പെല്ലറ്റുമായിട്ട് പോവുകയാണ്. പുല്ലൊക്കെ മഞ്ഞ് കയറി കിടക്കുകയാണ്. ഇത് പുൽക്കൂടാണ്. ആ ദൂരെ കാണുന്നതാണ് ആടിൻ്റെ കൂട്. എല്ലാവരും അതിനകത്ത് പോയി ഇരിക്കുകയാണ്. മഞ്ഞൊരു പ്രശ്നമല്ല, പക്ഷെ കാറ്റ് അവർക്കൊരു പ്രശ്നമാണ്. എന്നെ കണ്ടപ്പോൾ ഇറങ്ങി വന്നു. പെല്ലറ്റിനായിട്ട് വരുന്നതാണ്. ഒരു താറാവ് മാത്രം പുറത്ത് നിൽക്കുന്നു, ബാക്കിയെല്ലാം അകത്താണ്. അപ്പോൾ ഇതുങ്ങൾക്ക് തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകാം. കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഒന്നും നേരമില്ല. വേഗം അതിനകത്ത് കയറി തീറ്റയൊക്കെ വെച്ച് കൊടുത്തു. 4 പേരും ഫുൾ പ്രഗ്നൻ്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാം. ഇത് ഹീറ്റഡ് വാട്ടർ ബക്കറ്റാണ്, അതിലാണ് വെള്ളം വെക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ഐസായി പോവും. പിന്നെ അവരെല്ലാം സന്തോഷമായിട്ട് ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാനഡയിലെ ആട്ടിൻകൂട്ടിൽ നിന്ന് ബൈ. വൈകുന്നേരം 3:30 ഇരുട്ടി തുടങ്ങി. അപ്പോൾ ആദ്യം ആടിനെ പൂട്ടണം. അതിനുള്ള വെള്ളവും പെല്ലറ്റുമായിട്ട് പോവുകയാണ്. പുല്ലൊക്കെ മഞ്ഞ് കയറി കിടക്കുകയാണ്. ഇത് പുൽക്കൂടാണ്. ആ ദൂരെ കാണുന്നതാണ് ആടിൻ്റെ കൂട്. എല്ലാവരും അതിനകത്ത് പോയി ഇരിക്കുകയാണ്. മഞ്ഞൊരു പ്രശ്നമല്ല, പക്ഷെ കാറ്റ് അവർക്കൊരു പ്രശ്നമാണ്. എന്നെ കണ്ടപ്പോൾ ഇറങ്ങി വന്നു. പെല്ലറ്റിനായിട്ട് വരുന്നതാണ്. ഒരു താറാവ് മാത്രം പുറത്ത് നിൽക്കുന്നു, ബാക്കിയെല്ലാം അകത്താണ്. അപ്പോൾ ഇതുങ്ങൾക്ക് തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകാം. കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഒന്നും നേരമില്ല. വേഗം അതിനകത്ത് കയറി തീറ്റയൊക്കെ വെച്ച് കൊടുത്തു. 4 പേരും ഫുൾ പ്രഗ്നൻ്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാം. ഇത് ഹീറ്റഡ് വാട്ടർ ബക്കറ്റാണ്, അതിലാണ് വെള്ളം വെക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ഐസായി പോവും. പിന്നെ അവരെല്ലാം സന്തോഷമായിട്ട് ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാനഡയിലെ ആട്ടിൻകൂട്ടിൽ നിന്ന് ബൈ.